2025 ഡിസംബർ സെഷനിൽ നടക്കുന്ന എക്സാമിൻ്റെ ഡേറ്റ് ഷീറ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. മുൻപ് താൽക്കാലികമായിട്ടൊരു ടെൻറ്റേറ്റീവ് ഡേറ്റ് ഷീറ്റ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് അവരുടെ പുതിയതായിട്ടൊരു ഡേറ്റ് ഷീറ്റ് നവംബർ 4-ാം തീയതി അപ്ഡേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഡേറ്റ് ഷീറ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തേക്കാം. അതിൽ കയറിയിട്ട് കൃത്യമായിട്ട് നിങ്ങളുടെ എക്സാംസ് ഏതൊക്കെ തീയതികളിലാണ് വരുന്നത് എന്ന് നിങ്ങളുടെ എക്സാംസിൻ്റെ ഓരോ പരീക്ഷകളുടെയും ഓരോ സബ്ജക്റ്റിൻ്റെയും കോഡ് വെച്ച് കണ്ടുപിടിക്കാവുന്നതാണ്. ഗൂഗിളിൽ കയറിയിട്ട് ഇഗ്നോ ഡേറ്റ് ഷീറ്റ് ഡിസംബർ 2025 എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്കിത് ഇതുപോലെ ഒരു വിൻഡോ വരും. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു PDF-ലേക്കാണ് നേരെ പോവുക. വലത് ഭാഗത്തായിട്ട് അത് വന്നിട്ടുള്ള ഡേറ്റ് കാണാം. 4-ാം തീയതി നവംബറിലാണ് ഈ ഒരു PDF ഇറങ്ങിയിട്ടുള്ളത്. എക്സാമിനേഷൻ എഴുതുന്ന ആൾക്കാർക്കുള്ള കണ്ടീഷൻസും ഇൻസ്ട്രക്ഷൻസുമാണ് ആ ഫസ്റ്റ് പേജിലുള്ളത്. ഒന്നാമത്തെ കാര്യമായിട്ട് പറയുന്നത് വാലിഡ് ആയിട്ടുള്ള രജിസ്ട്രേഷൻ ഉള്ളവർക്ക് മാത്രമേ എക്സാം എഴുതാൻ പറ്റുകയുള്ളൂ. ഡ്യൂ ആവാതെ രജിസ്റ്റർ ചെയ്ത് അതിൽ എറർ ഒന്നും വരാതെ സബ്മിറ്റ് ചെയ്തവർക്കാണ് എക്സാം എഴുതാൻ സാധിക്കുക. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അസൈൻമെൻറ്റ് കൃത്യമായിട്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. കോഴ്സ് അഡ്മിഷൻ എടുത്ത ശേഷമുള്ള ഒരു മിനിമം ടൈം കഴിഞ്ഞതിന് ശേഷമുള്ള എക്സാമിലാണ് നമുക്ക് എഴുതാൻ പറ്റുക. ഈ ജൂലൈയിൽ ഞാൻ അഡ്മിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് എക്സാം എഴുതാൻ പറ്റുക അടുത്ത ജൂണിലാണ്. അതുപോലെ ഏതൊക്കെ എക്സാം എഴുതാൻ വേണ്ടിയിട്ടാണോ നമ്മൾ ഫീസ് അടച്ചത് ആ പ്രസ്തുത എക്സാമുകൾ മാത്രമേ നമുക്ക് എഴുതാൻ സാധിക്കുകയുള്ളൂ. ഈ പറയുന്ന ഏതെങ്കിലും ക്രൈറ്റീരിയാസ് ബ്രേക്ക് ചെയ്യപ്പെടുകയാണെങ്കിൽ റിസൾട്ട് ഡിക്ലെയർ ചെയ്യില്ല എന്നാണ് പറയുന്നത്. രണ്ടാമതായിട്ട് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ട് കാണാം. അതിലൊന്നാമതായിട്ട് പറയുന്നത് എല്ലാ ദിവസവും 2 സെഷനായിട്ട് എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നതാണ്. മോർണിംഗ് സെഷൻ രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും ഈവനിങ് സെഷൻ ഉച്ചയ്ക്ക് ശേഷം 2 മണി മുതൽ 5 മണി വരെയും. 3 മണിക്കൂറുള്ള എക്സാമിൻ്റെ ആ ഒരു ടൈമാണ് കൊടുത്തിട്ടുള്ളത്. ചില എക്സാംസ് അതായത് നമ്മുടെ MPSൻ്റെ സെക്കൻഡ് ഇയർ എക്സാംസൊക്കെ 2 മണിക്കൂറേ ഉള്ളൂ. അപ്പോൾ അതിനനുസരിച്ചിട്ട് ആ ഒരു സമയം കുറയും. 2 മണിക്കൂറുള്ള എക്സാം ആണെങ്കിൽ 10 to 12 അതുപോലെ തന്നെ 2 to 4 ഈ ഒരു ടൈമിലാണ് അത് നടത്തുന്നത്. സമയം ചിലപ്പോൾ വ്യത്യാസം വന്നേക്കാം. പ്രധാനമായിട്ടും ഈ ഒരു 2 സെഷനിലാണ് എക്സാംസ് നടത്തുന്നത്. നമ്മുടെ കറക്റ്റ് ഡ്യൂറേഷൻ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലും അതുപോലെ തന്നെ ഹോൾ ടിക്കറ്റിലും ഉണ്ടാവും. ആദ്യമായിട്ട് എക്സാം എഴുതുന്ന ആൾക്കാർക്കാണെങ്കിൽ കൂൾ ഓഫ് ടൈം അങ്ങനത്തെ ഒരു റീഡിംഗ് ടൈം ഒന്നും നമുക്കില്ല. നമുക്ക് 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്താൽ അപ്പോൾ തൊട്ട് എഴുതാൻ തുടങ്ങാവുന്നതാണ്. MPSനെ സംബന്ധിച്ചിടത്തോളം മുഴുവൻ essay ക്വസ്റ്റ്യൻസ് ആണ്. ഒബ്ജക്റ്റീവ് ടൈപ്സോ അല്ലെങ്കിൽ ഷോർട്ട് എസ്സേസോ ഒന്നും തന്നെ ഇല്ല. അതിനെപ്പറ്റി എക്സാമിന് മുന്നേ വളരെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഞാൻ ചെയ്യുന്നതാണ്. രണ്ടാമതായിട്ട് കറക്റ്റായിട്ട് ഇഗ്നോയുടെ സൈറ്റിൽ നിന്നും ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കാനാണ് പറയുന്നത്. ആ ഒരു ഹോൾ ടിക്കറ്റ് നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഒരു 1 വീക്കൊക്കെ മുന്നേ പബ്ലിഷ് ആവുന്നതാണ്. അതൊക്കെ കൃത്യമായിട്ട് ഡൗൺലോഡ് ചെയ്ത് എന്തെങ്കിലും എറേഴ്സോ മിസ്റ്റേക്സോ ഉണ്ടെങ്കിൽ അതിനുള്ള നടപടികൾ സ്വീകരിക്കുക. ലാസ്റ്റ് മിനിറ്റിൽ എന്തെങ്കിലും കാരണവശാൽ റീജിയണൽ സെൻറ്റർ ചേഞ്ച് ചെയ്യേണ്ടി വന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർ ആ ഒരു റീജിയണൽ സെൻറ്ററുമായിട്ട് കൃത്യമായി ബന്ധപ്പെട്ടിരിക്കണം. പ്രോഗ്രാംസ് ഓഫർ ചെയ്യുന്ന ലാംഗ്വേജിൽ തന്നെ ആയിരിക്കണം നമ്മുടെ ആൻസർ സ്ക്രിപ്റ്റ്സ് ഉണ്ടായിരിക്കേണ്ടത്. അതായത് ഇഗ്നോയിൽ പ്രധാനമായിട്ടും മോസ്റ്റ് ഓഫ് ദ കോഴ്സസും ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഓഫർ ചെയ്യുന്നുണ്ട്. ചില കോഴ്സുകൾ വേറെ ലാംഗ്വേജിലും കൊടുക്കുന്നതായിട്ട് കാണാൻ പറ്റും. നമ്മുടെ കോഴ്സ് ഓഫർ ചെയ്യുന്നതല്ലാത്ത ലാംഗ്വേജുകളിൽ എക്സാം എഴുതി കഴിഞ്ഞാൽ അത് വാല്യുവേഷന് കൺസിഡർ ചെയ്യുന്നതല്ല. അതുപോലെ ഈ ടേബിളിൽ കൊടുത്തിട്ടുള്ള പ്രോഗ്രാംസുകൾക്ക് OMR അല്ലെങ്കിൽ MCQ ടൈപ്പ് പാറ്റേണിലായിരിക്കും അവർ എക്സാംസ് നടത്തുന്നത്. വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാംസ് ആയിരിക്കും ഈ ടേബിളിൽ കൊടുത്ത കോഴ്സുകൾക്ക് എക്സാം ഇഗ്നോ കണ്ടക്ട് ചെയ്യുന്നത്. ഇഗ്നോയുടെ 2025 ഡിസംബർ സെഷൻ എക്സാംസ് മൊത്തത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഡിസംബർ 1 തൊട്ട് ജാനുവരി 14 വരെയാണ്. അതിനിടയിൽ എന്തായാലും നമ്മുടെ എക്സാംസ് തീരും. എന്തെങ്കിലും ചെറിയ ചേഞ്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഉണ്ടാവും എന്ന് മാത്രം.